ഇന്ത്യ ചൈന ബന്ധത്തിൽ പുരോഗതി എന്ന വിദേശകാര്യ മന്ത്രാലയം ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നത് ഇരു നേതാക്കൾക്കിടയിലും ചർച്ചയായെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാര കമ്മി കുറയ്ക്കുന്നതും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. 2026 ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചു. സജു തോമസ് ചേരുന്നുണ്ട്. സജു, നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു നടന്നത്. ഇനിയിപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമെന്ന് കരുതാമോ? സച്ചിൻ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇന്ത്യ ചൈന ബന്ധത്തിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് വികസന പങ്കാളികളെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിർത്തി തർക്കങ്ങളൊക്കെയും പരിഹരിച്ചുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള എതിരാളികളല്ല, അതായത് ഇന്ത്യയും ചൈനയും സുഹൃത്തുക്കൾ എന്ന നിലയിലേക്ക് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇനി മുൻപോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നത് ഇരു നേതാക്കൾക്കിടയിലും ചർച്ചയായെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയോട് വ്യക്തമാക്കുന്നത്. വ്യാപാര കമ്മി ഡിക്രീസ് ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് വ്യാപാര കമ്മി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുമെന്നും ഭീകരവാദം, വ്യാപാരം, ഉഭയകക്ഷി, പ്രാദേശിക, ആഗോള വിഷയങ്ങൾ പൊതു നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും ഉൾക്കൊള്ളണമെന്നുമുള്ള കാര്യം ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. 2026 ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളുടെയും അസ്വാരസ്യങ്ങൾ മറച്ച് അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് വികസന പങ്കാളികളായി ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് എത്തിയിരിക്കുന്നത്. സച്ചിൻ, ശരി.